താൻ യു.പിയുടെ ചുമതലയുമായി അവിടേക്ക് വന്നത് വെറുതെയല്ല എന്ന് പ്രിയങ്ക ഗാന്ധി കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ബി.ജെ.പിക്ക്. ബി.ജെ.പിയുടെ ആ വലിയ കോട്ടയിൽ കോൺഗ്രസിനെ പഴയ പ്രതാപത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ പ്രിയങ്ക ഗാന്ധിക്ക് കഴിയുമെന്ന് പ്രവർത്തകർ കരുതുന്നതിൻ്റെ ഒരു വലിയ കാര്യവും അതുതന്നെയാണ്. ഇതുവരെ യു.പിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളും നടത്താത്ത തരത്തിലുള്ള ഒരു പ്രചരണത്തിലേക്ക് പ്രിയങ്ക ഗാന്ധി ഇന്ന് ചുവട് വച്ചിരിക്കുന്നു. ഗംഗാ ശുചീകരണം ഒരു വലിയ മുദ്രാവാക്യം ഉയർത്തി അധികാരത്തിൽ വന്ന മോദി സർക്കാരും യോഗി സർക്കാരും ഈ രണ്ടു സർക്കാരുകളെയും വെല്ലുവിളിച്ചുകൊണ്ട് ഗംഗയിലൂടെ ബോട്ട് യാത്ര നടത്തി പ്രചരണ രംഗത്ത് സജീവമാവുകയാണ് ഇന്നു മുതൽ പ്രിയങ്ക ഗാന്ധി. ഗംഗാ പ്രയാണം ശരിക്കു പറഞ്ഞാൽ ഈ ഗംഗാ നദിയുടെ തീരപ്രദേശങ്ങളിലുള്ള ചെറു ഗ്രാമങ്ങളിലായി 10,000-കണക്കിന് ദളിത് OBC വിഭാഗങ്ങളിലുള്ള ആളുകൾ താമസിക്കുന്നുണ്ട്. ഗംഗാ ശുചീകരണം ഇപ്പോഴും ഒരു സമസ്യയായി തന്നെ തുടരുന്ന പശ്ചാത്തലത്തിൽ ഈ ഗ്രാമങ്ങളിലുള്ള ജനങ്ങളെ നേരിട്ട് കാണുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് യാത്ര. ഈ ഗംഗാ പ്രയാണം എന്നുള്ളത് ബോട്ട് മാർഗമുള്ള യാത്രയുണ്ട്, ബസ്സിൽ കയറിയുള്ള യാത്രയുണ്ട്, ട്രെയിൻ വഴിയുള്ള യാത്രയുണ്ട്, കാൽനടയായുള്ള യാത്രയുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളിലും കൂടി ആ ഗംഗയുടെ തീരത്തുള്ള സാധാരണക്കാരായ മനുഷ്യരെ നേരിൽ കണ്ട് നിങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യം പ്രിയങ്ക ഗാന്ധി ഉയർത്തുമ്പോൾ അത് ബി.ജെ.പിക്ക് ഉണ്ടാക്കുന്ന തലവേദന ചെറുതല്ല. അതിൻ്റെ സൂചന തന്നെയാണ് യോഗി പ്രിയങ്ക ഗാന്ധിക്ക് മറുപടിയായി പറഞ്ഞത്. ഇതാ ഗംഗയെല്ലാം ശുചീകരിച്ച് കിടക്കുകയാണ്, നിങ്ങൾക്ക് സ്വാഗതം ശുചീകരിച്ച് കിടക്കുന്ന ഗംഗ കാണാൻ. ശുചീകരിച്ച് കിടക്കുന്ന ഗംഗ ചില പ്രധാന കേന്ദ്രങ്ങളിൽ മാത്രമാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് പ്രിയങ്കയുടെ യാത്ര എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് യോഗി ഇത് പറയുന്നത്. അതായത് ഗംഗയുടെ തീരത്തുള്ള സാധാരണക്കാർ തിങ്ങിപ്പറക്കുന്ന ഗ്രാമങ്ങളെ ഈ ഗംഗാ ശുചീകരണത്തിൻ്റെ ആ പൊള്ളത്തരം തുറന്നു കാട്ടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രിയങ്കയുടെ യാത്ര എന്നർത്ഥം. അലഹബാദിലെ ഉൾഗ്രാമമായ മന്യയിൽ നിന്ന് തുടങ്ങുന്ന യാത്രയാണ്. അത് അവസാനിക്കുന്നത് മോദിയുടെ ലോക്സഭാ മണ്ഡലമായ വാരാണസിയിൽ തന്നെയാണ്. അവിടെ വലിയ പൊതുറാലി പ്രിയങ്കയ്ക്ക് വേണ്ടി ഉത്തർപ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഒരുക്കിയിരിക്കുകയാണ്. ഉത്തർപ്രദേശിലെ ജനതയ്ക്ക് വേണ്ടി ഹിന്ദിയിൽ പ്രിയങ്ക ഗാന്ധി എഴുതിയ തുറന്ന കത്ത് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പുറത്തുവിട്ടിരുന്നു. ഉത്തർപ്രദേശിൻ്റെ കാര്യത്തിൽ ഇതുവരെ നടന്ന വാഗ്ദാന ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടി ഉത്തർപ്രദേശ് ജനതയുടെ തിരിച്ചുവരവിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ എങ്ങനെയാണ് കോൺഗ്രസ് പങ്കാളിയാകുന്നത് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ആ കത്തിന് പിന്നാലെയാണ് ഗംഗാ പ്രയാണം എന്ന് പേരിട്ട പ്രിയങ്ക ഗാന്ധിയുടെ ഈ പ്രചരണ പരിപാടി ആരംഭിക്കുന്നത്. ശരിക്കും ഉത്തർപ്രദേശിൽ പണ്ട് ഇന്ദിരാഗാന്ധി തരംഗമായതുപോലെ ആ മേഖലയിലെ സാധാരണക്കാരായ ജനങ്ങളെ കൂടെ നിർത്താൻ പ്രിയങ്ക ഗാന്ധിയുടെ ഈ പ്രചരണ പരിപാടിയിലൂടെ സാധിക്കും എന്ന് കോൺഗ്രസ് വിശ്വസിക്കുകയും ചെയ്യും. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടായ ആ 21 സീറ്റ് നേട്ടത്തിലേക്ക് ഇത്തവണ പാർട്ടിയെ കൊണ്ടുവന്നെത്തിക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് സാധിക്കും എന്ന് കോൺഗ്രസ് കരുതുകയും ചെയ്യുന്നു. കോൺഗ്രസിനോട് ഒരു കാലത്ത് ഏറെ ചേർന്ന് നിൽക്കുകയും പിന്നീട് അകന്നു പോവുകയും ചെയ്ത OBC വിഭാഗത്തെയും ദളിത് വിഭാഗത്തെയും തങ്ങളുടെ കൂടെ നിർത്താൻ പ്രിയങ്കയുടെ ഈ ഗംഗാ പ്രയാണത്തിന് സാധിക്കും എന്ന് തന്നെയാണ് പാർട്ടി നേതൃത്വം കരുതുന്നത്. അങ്ങനെ ഊർജ്ജസ്വലമായ ഒരു തിരിച്ചുവരവിന് പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം കോൺഗ്രസിന് തുണയാകും എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് പ്രിയങ്കയുടെ ഗംഗാ പ്രയാണം ആരംഭിക്കുന്നത്. അത് ബി.ജെ.പിക്ക് ഉയർത്തുന്ന തലവേദന ചെറുതല്ല എന്ന് വ്യക്തം.